നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 4-5 ദിവസമായിട്ട് നമ്മുടെ ചാനലിലെ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. എൻ്റെ ഫോണൊന്ന് കംപ്ലൈൻ്റ് ആയതുകൊണ്ടിട്ടാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രഗ്നൻസി കാർഡിൽ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പം കുറേ മണിക്കൂറുകൾക്ക് ശേഷം ആ ഒരു ലൈൻ ചെറിയ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ലൈറ്റായിട്ട് മാത്രം പോസിറ്റീവ് കാണിക്കുന്ന ഒരവസ്ഥ പലരും പറയാറുണ്ട്. ചിലപ്പോൾ ഒരുപാട് മണിക്കൂറുകൾക്ക് ശേഷമായിരിക്കുള്ളൂ. ടെസ്റ്റ് ചെയ്യുന്ന സമയത്തൊന്നും തന്നെ എന്ത് ചെയ്യില്ല, 2 ലൈനും തെളിയില്ല. ഇതെല്ലാം കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞ് കുറേ മണിക്കൂറുകൾക്ക് ശേഷം പോസിറ്റീവ് കാണിക്കുന്നത് പോലെ ആ രണ്ടാമത്തെ ലൈൻ ചെറിയ രീതിയിൽ വളരെ ലൈറ്റായിട്ട് തെളിയുന്ന ഒരവസ്ഥ. അപ്പോൾ ഇത് എനിക്കും സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പോസിറ്റീവായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് സംഭവിച്ചത് ഇങ്ങനെയാണ് കേട്ടോ. നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് മേടിച്ചു, വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മളത് ടെസ്റ്റ് ചെയ്യാണ്. ടെസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ഞാനൊരു 5-10 മിനിറ്റ് അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കും. കാരണം എങ്ങാനും പോസിറ്റീവ് ആണെങ്കിലോ കുറച്ച് കഴിയുമ്പോഴെങ്കിലും കാണിക്കും എന്നുള്ളൊരു തോന്നൽ മിക്കവർക്കും ഉണ്ടാവും. അതുപോലെ എനിക്കും ഉണ്ടായി. ഞാനും അങ്ങനെ നിൽക്കും. അന്നും ഈ പറഞ്ഞതുപോലെ തന്നെ 5-10 മിനിറ്റ് ഞാൻ അവിടെ നിന്നിട്ടും എനിക്ക് നെഗറ്റീവ് തന്നെയാണ് കാണിച്ചത്. അപ്പം എന്തായാലും ഞാനത് അവിടെ വെച്ചിട്ട് പോയി. ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് കളയാൻ വേണ്ടി വരുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ പ്രഗ്നൻസി ആണെന്ന് തോന്നിപ്പിക്കുന്ന രീതിക്ക് ഒരു ചെറിയ ലൈൻ കാണിക്കുകയാണ്. നമ്മൾ ശരിക്കും നോക്കണം, സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. പക്ഷെ എന്നാലും എനിക്കതൊരു ഹോപ്പ്, അല്ലെങ്കിൽ എൻ്റെ മനസ്സിലൊരു ഒരു വിശ്വാസം എവിടേക്കോ ഉണ്ടായതുപോലെ തോന്നി. അങ്ങനെ ഞാൻ വിചാരിച്ചു, എങ്കിൽ പിന്നെ ഇത് നന്നായിട്ട് തെളിഞ്ഞിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ഈ 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴല്ലേ ഇതിങ്ങനെ കാണിച്ചത്, വേറൊരു ടെസ്റ്റ് കിറ്റ് കൂടെ മേടിച്ചിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെയും ഒരു ടെസ്റ്റ് കിറ്റ് മേടിപ്പിച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കി. അതിൽ നെഗറ്റീവാണ് കാണിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഇപ്പോഴത്തെ യൂറിൻ എടുത്തത് കൊണ്ടായിരിക്കാം, മോർണിംഗിലെ യൂറിൻ അല്ലല്ലോ, അപ്പോൾ ഇപ്പോഴത്തെ യൂറിൻ എടുത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചതെന്ന് വിചാരിച്ചിട്ട് പിന്നെയും ഒരു ടെസ്റ്റ് കിറ്റ് മേടിപ്പിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെയും ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നെഗറ്റീവാണ് എനിക്ക് കാണിച്ചത്. അപ്പോഴും ലൈനൊന്നും കാണിച്ചില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്നിട്ടും എനിക്ക് ഉറപ്പില്ല, ഒരു ധൈര്യക്കുറവ് കാരണം പിന്നെയും ഞാൻ എന്ത് ചെയ്തു, ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. അതിലും നെഗറ്റീവ് തന്നെയാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾക്ക് ഇങ്ങനെ മണിക്കൂറുകൾക്ക് ശേഷം ഒരു ലൈൻ വന്നു എന്ന് വിചാരിച്ചിട്ട് അത് പോസിറ്റീവ് ആവണം എന്നില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് അങ്ങനെ വരുന്നതിന് പിന്നിലുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടെസ്റ്റ് കിറ്റിൽ എന്തായാലും 2 ലൈൻ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ യൂറിൻ ഉണങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ റിയാക്ഷനായിട്ട് ഒരു നിഴൽ ആ ഭാഗത്ത്, അതായത് രണ്ടാമത്തെ ആ ലൈനിൽ തെളിഞ്ഞതാവാനാണ് സാധ്യത. എല്ലാ ടെസ്റ്റ് കിറ്റിലും അങ്ങനെ ഇല്ലെങ്കിലും ചില ടെസ്റ്റ് കിറ്റിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതുപോലെ ടെസ്റ്റ് ചെയ്യുമ്പോൾ, ടെസ്റ്റ് ചെയ്തിട്ട് അപ്പം കാണിച്ചില്ല, 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണിച്ചു എന്നോർത്തിട്ട് പ്രഗ്നൻ്റ് ആണെന്ന് കരുതണ്ട. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരെണ്ണവും കൂടെ മേടിച്ചൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. ഇനിയിപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള സിംറ്റംസ് ഒക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് ദിവസം കൂടെ വെയിറ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾ പ്രഗ്നൻ്റ് ആണെങ്കിൽ അത് കാണിക്കും. അപ്പോൾ അല്ലാണ്ട് ഈ 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ പിറ്റേ ദിവസം എടുത്ത് കളയുന്ന സമയത്തോ ഇങ്ങനെ ചെറിയ ലൈൻ കണ്ടു എന്ന് വിചാരിച്ചിട്ട് അത് പ്രഗ്നൻ്റ് ആവണമെന്നൊന്നും നിർബന്ധമില്ല. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഡൗട്ട് ക്ലിയർ ആയി എന്ന് തന്നെ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ നമ്മളിടുന്ന ഓരോ വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. മറ്റൊരു വീഡിയോ മറ്റൊരു ടോപ്പിക്കായി വരുന്നവരെ താങ്ക് യു.